Hello everyone, welcome to Easy Learning YouTube channel. I am Rajesh MP. Today I am going to introduce you to SSLC Social Science Part 1, Chapter 4. It's divided into two parts. Today we are going to look into Part 1. If you have not yet subscribed to my channel, please subscribe and share the video. The Chapter 4 deals with British exploitation and resistance. After seeing the video, you may please leave your comments in the comment box. And if you want any clarification, please let me know about it in my mobile number. It's 98473 So we can move on to our chapter, that is British exploitation and resistance. The first important question that we can expect from SSLC point of view is the examine how the economic policy of the British led to the ruin of agriculture sector in India. എളുപ്പത്തിൽ മനസ്സിലാകുന്നതിനായി ഞാൻ മലയാളത്തിലും കൂടെ പറയാം. അതായത് ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ എപ്രകാരമാണ് ഇന്ത്യയുടെ കാർഷിക രംഗത്തെ ദോഷകരമായിട്ട് ബാധിച്ചത്, തകർത്തത് എന്നുള്ളതാണ് ചോദ്യം. ഇത് പലപ്പോഴും SSLC എക്സാമിൽ നമ്മൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്. The land revenue system implemented by the British destroyed the backbone of the farmers. The aim of their tax policy was to maximize the income. അതായത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ലാൻഡ് റവന്യൂ സിസ്റ്റം, അതായത് റവന്യൂ വ്യവസ്ഥിതി എന്ന് പറയുന്നത്, വസ്തുക്കളുടെ ഭൂനികുതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് നിലവിലിരുന്ന ഭാരതീയ കർഷകരുടെ അന്നത്തെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന, അതിന്റെ നട്ടെല്ല് തന്നെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു സമ്പ്രദായമായിരുന്നു. കാരണം അവരുടെ വരുമാനം ലാഭമാക്കുന്നതിന് വേണ്ടിയിട്ട് ടാക്സ് തുക വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ അറിയാം. The land revenue system implemented in various regions under the British rule was different. ഓരോ സ്ഥലത്തും ബ്രിട്ടീഷുകാര് ഓരോ വിധത്തിലുള്ള ഓരോ മാനദണ്ഡം പാലിച്ച്, പ്രത്യേക തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ടാക്സ് അല്ലെങ്കിൽ ഭൂനികുതി നിയമം നടപ്പിലാക്കിയിരുന്നത്. The following table, that means in the table following this we can learn about the British land revenue systems in India. വ്യത്യസ്തമായിട്ടുള്ള ഭൂനികുതി നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് കാണാം. In Bengal, Bihar, Orissa and other regions, permanent land revenue system or settlement was implemented. ബംഗാൾ, ബീഹാർ, ഒറീസ തുടങ്ങിയ സ്ഥലത്താണ് സ്ഥിരമായിട്ടൊരു ഭൂനികുതി സമ്പ്രദായമായിരുന്നു ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്നത്. ഇൻ സൗത്ത് ഇന്ത്യൻ റീജിയൻസ് റൈറ്റ് വാരി സിസ്റ്റം വാസ് ഫോളോഡ്. നമ്മുടെ കേരളം ഉൾപ്പെടെ, അന്ന് കേരളം എന്നുള്ള സംസ്ഥാനമൊക്കെ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടി 1956 രൂപീകരിക്കപ്പെട്ടത്. എന്ത് തന്നെയായാലും ഇന്ത്യ സത്പുര മൗണ്ടൻ റീജിയൻസിന്റെ ഇന്ത്യ മലനിരകളുടെ തെക്കായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ അവർ റൈറ്റ് വാരി സിസ്റ്റം ആയിരുന്നു നടപ്പിലാക്കിയിരുന്നത്. While in northwest regions they implemented മഹൽവാരി സിസ്റ്റം. അതായത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ മഹൽവാരി സിസ്റ്റം ആയിരുന്നു ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്തിരുന്ന ഭൂനികുതി നിയമം. The features of permanent land revenue settlement. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിന്റെ ബംഗാൾ, ബീഹാർ, ഒറീസ പോലുള്ള സ്ഥലങ്ങളിലെ ആ നികുതി നിയമത്തിന്റെ വ്യവസ്ഥകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. In the permanent land revenue settlement, the tax was collected by Zamindars. അവിടുത്തെ ജന്മികൾ തന്നെയായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. Zamindar was the owner of the entire land where he had the jurisdiction to collect tax. നമുക്കറിയാം ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും ജന്മിക്കുടിയൻ വ്യവസ്ഥയായിരുന്നു നിലവിലിരുന്നത്. അതായത് ജന്മികൾക്കായിരുന്നു വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം. അപ്പോൾ as per the permanent land revenue settlement, Zamindars was the owner of the entire land. അപ്പോൾ സെമീന്ദാർക്ക് തുടർന്നും വസ്തുക്കളുടെ അവകാശം നിലനിർത്തിക്കൊണ്ട് പോരുവാൻ സാധിക്കുമായിരുന്നു. Where he had the jurisdiction to collect tax. അവിടുത്തെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശവും അദ്ദേഹത്തിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. While the Zamindars became the owners of the land, the actual farmers became tenants. അപ്പോൾ യഥാർത്ഥ കൃഷിക്കാർ ആ
പ്രദേശങ്ങളിൽ കൃഷി ചെയ്തിരുന്ന യഥാർത്ഥ കർഷകർക്ക് കുടിയാന്മാരുടെ അവസ്ഥയിലേക്ക് അവർ താഴ്ത്തപ്പെട്ടു എന്നുള്ളതാണ് ഖേദകരമായ സത്യം. Farmers were to pay up to 60% of the yield as tax. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവർ അവരുടെ ആദായത്തിന്റെ 60% വരെ നികുതി ഇനത്തിൽ കൊടുക്കേണ്ട ഗതികേടിലേക്ക് കർഷകർ തള്ളപ്പെട്ടു. Tax was to be paid even at the time of poor yield. അപ്പോൾ 60% എന്നുള്ളത് ഒരു സ്ലാബ് ആയിട്ട്, ഒരു ഫിക്സഡ് റേറ്റ് ആയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ പ്രകൃതി ദുരന്തങ്ങളോ മറ്റു കാരണങ്ങളോ കൊണ്ട് ഏതെങ്കിലും ഒരു സീസണിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൃഷി മോശമായാൽ, കൊയ്ത്ത് മോശമായ തരത്തിലായാൽ, അപ്പോഴും എന്താണ്, ടാക്സിന്റെ നികുതി ചുമത്തുന്ന പെർസെന്റേജിൽ യാതൊരു കുറവും വരുത്തുവാൻ ഈ സമ്പ്രദായത്തിൽ അനുവദിച്ചിരുന്നില്ല. The tax was to be paid in cash strictly before the cut-off date. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സമ്പ്രദായമായിരുന്നു നികുതി പിരിക്കാനായിട്ടുണ്ടായിരുന്നത്. അതായത് ക്യാഷ് ആയിട്ട് മാത്രം, പണത്തിലൂടെ മാത്രമേ ഈ നികുതി അടയ്ക്കാൻ പാടുള്ളൂ എന്നും നിശ്ചയിക്കപ്പെട്ട തീയതിക്കുള്ളിൽ തന്നെ ആ തുക അടച്ചിരിക്കണമെന്നുള്ള നിഷ്കർഷയും ഉണ്ടായിരുന്നു. Before introducing this system, tax could be paid in kind. ഈ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കുന്നതിന് മുമ്പ് നികുതി പണമായിട്ടല്ലാതെയും കൈൻഡായിട്ടും, അതായത് ഉപഹാരങ്ങളായിട്ടും തരുവാനുള്ള ഒരു വ്യവസ്ഥ നിലവിലിരുന്നു എന്നുള്ളതും ഓർക്കണം. അത് മാറ്റിയിട്ടാണ് പണമായി തന്നെ നികുതി കൊടുക്കണമെന്നുള്ള നിഷ്കർഷ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ വന്നത്. This system was introduced by then Governor General Lord Cornwallis. കോൺവാലിസ് പ്രഭു ആയിരുന്നു അന്നത്തെ ഗവർണർ ജനറൽ. അദ്ദേഹമായിരുന്നു ഇത് നടപ്പിലാക്കിയ ഭരണകർത്താവ്. ഇൻ ദ റൈറ്റ് വാരി സിസ്റ്റം, നമ്മൾ പറഞ്ഞതുപോലെ സൗത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ റൈറ്റ് വാരി സിസ്റ്റം ആയിരുന്നു എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു നോക്കാം. ദ ലാൻഡ് റവന്യൂ വാസ് കളക്ടഡ് ഡയറക്ട്ലി ഫ്രം ദ ഫാർമേഴ്സ് ഓർ റൈറ്റ്സ്. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് ബ്രിട്ടീഷുകാർ നികുതി കളക്ട് ചെയ്യുന്ന, നികുതി ഈടാക്കുന്ന ഒരു സംഭവമായിരുന്നു റൈറ്റ് വാരി സിസ്റ്റം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായമായിരുന്നു അത്. Though ownership of the land was vested with the farmers, excessive tax impoverished them. അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിൽ സമീന്ദാരായിരുന്നു വസ്തുക്കളുടെ ഭൂവുടമകൾ എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ റൈറ്റ് വാരി സിസ്റ്റത്തിൽ കർഷകരായിരുന്നു യഥാർത്ഥത്തിൽ വസ്തുവിന്റെ ഉടയന്മാർ, അല്ലെങ്കിൽ വസ്തുവിന്റെ ഓണർഷിപ്പ് അവർക്കായിരുന്നു. പക്ഷേ ആ വ്യവസ്ഥയും കർഷകരെ നശിപ്പിക്കുന്നതായിരുന്നു. കാരണം എക്സസീവ് ടാക്സേഷൻ, വളരെ താങ്ങാനാകാത്ത ഭയാനകമായ നിരക്കിലുള്ള നികുതിയായിരുന്നു യഥാർത്ഥത്തിൽ കർഷകരിൽ നിന്നും ഈടാക്കിയിരുന്നത്. ഇറ്റ് ഇംപോവറൈസ്ഡ് ദം, അവരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. ദ ടാക്സ് റേറ്റ്സ് വെർ ഫ്രീക്വന്റ്ലി ഇൻക്രീസ്ഡ്. അടുത്തൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അതായത് ടാക്സിന്റെ നിരക്ക്, നികുതി നിരക്ക് അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇൻ ദ മഹൾവാരി സിസ്റ്റം, അടുത്തൊരു സമ്പ്രദായമാണ്. The village headman was assigned the responsibility to collect tax. മഹൽവാരി സിസ്റ്റത്തിൽ ഗ്രാമത്തലവനായിരുന്നു, ഗ്രാമമുഖ്യനായിരുന്നു ടാക്സ്, നികുതി പിരിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. The tax rate was excessive in the system also. ഈ സമ്പ്രദായത്തിലും മഹൽവാരി സിസ്റ്റത്തിലും നികുതി തുക വർദ്ധിച്ചിരുന്നു. The entire village or mahal was considered as a single unit for tax collection. മഹൽ എന്ന, അല്ലെങ്കിൽ ഗ്രാമം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനെ മൊത്തം ഒന്നായി കണ്ടായിരുന്നു നികുതി പിരിച്ചിരുന്നത്. The peasants groaned under the excessive taxation of the British. കർഷകര് ബ്രിട്ടീഷുകാരുടെ ഈ വളരെ ഭീകരമായിട്ടുള്ള നികുതി അടവിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു എന്നുള്ളതാണ് സത്യം. For this they had to mortgage their properties from money lenders for money to be paid as tax. അപ്പോൾ ഈ നികുതി അടയ്ക്കേണ്ടത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെ നിയമപരമായിട്ട് നിഷ്കർഷിച്ചിരുന്നത് കൊണ്ട് പലപ്പോഴും കർഷകർക്ക് ഫിനാൻസിയേഴ്സ് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ് അല്ലെങ്കിൽ പണം കടം കൊടുക്കുന്നവരടുത്ത് വസ്തു പണയപ്പെടുത്തി ടാക്സ് അടയ്ക്കേണ്ട തുക കണ്ടെത്തേണ്ട സ്ഥിതി വന്നിരുന്നു. As the farmers failed to pay back, their lands were seized by the money lenders. കർഷകർക്ക് ഈ ഭാരിച്ച തുക, അവർ ലോൺ എടുത്ത ഭാരിച്ച തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ
അവരുടെ വസ്തുക്കൾ പണയപ്പെടുത്തിയിരിക്കുന്നതിനാൽ അത് ഫിനാൻസിയേഴ്സിന്റെ കയ്യിൽ അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിന്റെ കയ്യിലേക്ക് അടിയറ വെക്കേണ്ട സാഹചര്യം ഉണ്ടായി. Now in this slide we can see the regions which were under the British rule in 1857. As you know, the importance of 1857, it was the year when British asserted their power in India as a result of their victory in the Battle of Plassey. പ്ലാസി യുദ്ധത്തിലൂടെ 1857 ബ്രിട്ടീഷുകാരെ യഥാർത്ഥത്തിൽ ഭാരതത്തിന്റെ ഏതാണ്ടെല്ലാം തന്നെ അവരുടെ അധീശത്വത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത്. ആ സമയത്തുള്ള ബ്രിട്ടീഷ് ഭരണം നിലനിന്നിരുന്ന ഇന്ത്യയുടെ ഒരു ഭൂപടമാണ് ഈ സ്ലൈഡിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. Now we can move on to the next question. It's also very important, the commercialization of agriculture. കാർഷിക രംഗത്തെ എപ്രകാരമാണ് കച്ചവടവൽക്കരിച്ചത് എന്നുള്ളതാണ്. Explain how the British policies led to commercialization of agriculture. It's a very important question from SSLC point of view. Traditionally, the peasants in India were engaged in agriculture mainly to produce things only to meet the needs of their family and the village. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ കാർഷിക രംഗം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. അതായത് കൃഷിക്ക് വേണ്ടിയിട്ട് മാത്രം അതായത് ആവശ്യാനുസരണം മാത്രം കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത്. അതായത് ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ ഗ്രാമത്തിന്റെ ആവശ്യത്തിനുള്ളത് മാത്രം കൃഷിയിലൂടെ കാർഷിക രംഗത്തിലൂടെ ഉത്പാദിപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഭാരതത്തിൽ നിലനിന്നിരുന്നത്, നമ്മുടെ രാജ്യത്തിൽ നിലനിന്നിരുന്നത്. During the British rule, they were compelled to cultivate crops according to the market needs. എന്നാൽ ബ്രിട്ടീഷ് ഭരണം വന്നപ്പോൾ ഇതിൽ നിന്ന് ഒരു മാറ്റം നമ്മൾ കാണുകയാണ്. കർഷകരെ നിർബന്ധപൂർവം കച്ചവടത്തിന്, അതായത് കമേഴ്സ്യലൈസ് ചെയ്തതുകൊണ്ട് കച്ചവടത്തിന് മാർക്കറ്റിന് അനുയോജ്യമായ വിധത്തിൽ അവരുടെ കാർഷിക രംഗത്തെ അല്ലെങ്കിൽ കൃഷി ഇറക്കുന്നതിനെ വിപുലീകരിക്കാൻ നിർബന്ധിതരായി. As a result, the commercial crops were largely cultivated instead of food crops. അതായത് ഭക്ഷ്യോൽപാദനങ്ങളെക്കാളേറെ കമേഴ്സ്യൽ ക്രോപ്സ്, നമ്മൾ അതെന്താണെന്നുള്ളത് പിന്നീട് പഠിക്കും. ആ കമ്പോള വ്യവസ്ഥയ്ക്ക് അനുസൃതമായി കമ്പോള വ്യവസ്ഥയിൽ ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതിനായി നിർബന്ധിതരായി. This transformation is termed as commercialization of agriculture. The products that had demand in the European markets were given higher price. അതായത് യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇവിടുത്തെ കാർഷിക ഉൽപ്പന്നങ്ങൾ കപ്പൽ മാർഗം കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിന് വളരെ മെച്ചമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ്, ഒരു മൂല്യവും കൊടുത്തിരുന്നു. Thus the Indian lands became the cultivating field of Europe. അപ്പോൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ യൂറോപ്യൻ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃഷി ഇറക്കേണ്ടുന്ന ഒരു നാടായിട്ട് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. Now we can study about the major crops which were cultivated in various regions under British India. The first of all, indigo. It was cultivated in Bengal, Bihar. Indigo, Bengal, Bihar പോലുള്ള സ്ഥലങ്ങളിലായിരുന്നു ചെയ്തിരുന്നത്. Cotton, പരുത്തി. It was mainly cultivated in present Punjab and Maharashtra. Sugarcane, UP, ഉത്തർപ്രദേശിലായിരുന്നു കരിമ്പിന്റെ കൃഷി കൂടുതൽ ഉണ്ടായിരുന്നത്. Tea in Assam and Kerala. Jute, Bengal. Wheat, ഗോതമ്പ് നമുക്കറിയാം. As we all know, mainly പഞ്ചാബിലായിരുന്നു ഗോതമ്പ്. Now the other portion of this chapter, that is the circumstances that led to Kuruchiya revolt. ബ്രിട്ടീഷുകാർക്കെതിരെ പലവിധ എതിർപ്പുകളും പലവിധ വിപ്ലവങ്ങളും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളും നടന്നിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഏടാണ് കുറിച്യ റിവോൾട്ട്. We can study about it. This revolt was a tribal insurgency against the British. കുറിച്യ റിവോൾട്ട് എന്ന് പറയുന്നത്, കലാപം എന്ന് പറയുന്നത്, it was a tribal insurgency. അതായത് നമുക്കറിയാം ആദിവാസികൾ, ഓരോ നാട്ടിലും പലവിധത്തിലുള്ള ആദിവാസികൾ വസിക്കാറുണ്ടായിരുന്നു. അവരുടെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു സംഘടിത പോരാട്ടമായിരുന്നു, കുറിച്യ വിഭാഗത്തിന്റെ പോരാട്ടമായിരുന്നു കുറിച്യ റിവോൾട്ട് എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, രേഖപ്പെടുത്തിയിട്ടുള്ളത്.
It was organized by the Kurichas and the Kurumba tribes of Wayanad in 1912. 1912 നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ വയനാട് ജില്ലയിലുള്ള കുറിച്യ കുറുമ്പ എന്ന് പറയുന്ന രണ്ട് ട്രൈബ്സ് ആയിരുന്നു, രണ്ട് ആദിവാസി ഗോത്രങ്ങളായിരുന്നു ഈ റിവോൾട്ടിന്റെ വിപ്ലവത്തിന്റെ മുന്നണി പോരാളികൾ. Now we can study about the results. Imposition of excessive tax by the British. അതിലേക്ക് നയിച്ച കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ എക്സസീവ് ടാക്സ്, ഭയാനകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള നികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ചപ്പോൾ അത് ഇത്തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് നയിച്ചു. കമ്പൽഷൻ ഫോർ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു കാരണങ്ങളൊക്കെ തന്നെയാണ്. അത് തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒന്നായ നിർബന്ധിത നികുതി പിരിവ് പണത്തിന്റെ രൂപത്തിൽ. ഇത് ഗോത്രവർഗങ്ങളെയും വളരെയധികം ദോഷകരമായിട്ട് ബാധിച്ചു. സീസിംഗ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്, ടാക്സ് നികുതി ഒടുക്കുവാൻ വീഴ്ച വരുത്തിയാൽ പലപ്പോഴും കർഷകർക്ക് അവരുടെ കൃഷിഭൂമി തന്നെ നഷ്ടപ്പെടുന്നൊരവസ്ഥ, അത് ബ്രിട്ടീഷുകാർ കയ്യേറുന്നൊരവസ്ഥ ഉണ്ടായി. സീസിംഗ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ്. The revolt was led by Ramanambi and several people other than the tribes also joined the struggle. യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കുറിച്യ വിപ്ലവം എന്ന് പറയുന്ന, കുറിച്യ കലാപം എന്ന് പറയുന്നത് വയനാടിലെ കുറിച്യ കുറുമ്പ തുടങ്ങിയിട്ടുള്ള ഗോത്രവർഗക്കാരുടെ വിപ്ലവമായിരുന്നുവെങ്കിലും, രാമനമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കലാപമായിരുന്നുവെങ്കിലും അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ ഗോത്രത്തോടുമൊപ്പം മറ്റ് ഗോത്രവർഗങ്ങളും ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാനായി സംഘടിച്ചിരുന്നു എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. Still continuing with Kurichya revolt, the British suppressed the struggle and killed Ramanambi. ഈ കലാപം വിജയിച്ചില്ല. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവരുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് ഈ വിപ്ലവത്തെ അടിച്ചമർത്തുകയും അതിന്റെ നേതൃത്വം വഹിച്ച രാമനമ്പിയെ വധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. Besides the Sandal and Kurichya revolts, several other tribal insurgencies broke out in different parts of India. പക്ഷേ പരാജയപ്പെട്ടുവെങ്കിലും കുറിച്യ കലാപത്തിന് സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ പ്രസക്തമായ പ്രാധാന്യമുള്ള ദൂരവ്യാപകമായിട്ട് പ്രത്യാഘാതങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തകർക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ടായിരുന്നു. കാരണം ഈ സന്താൾ കുറിച്യ പോലുള്ള വിപ്ലവങ്ങൾ മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഗോത്രവർഗങ്ങൾക്കും ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ പൊരുതാനുള്ള ഒരു പ്രേരണ, ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിരേഷൻ കൊടുത്തതായിട്ട് തുടർന്നുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. Other tribes like Paharia Rebellion, Phil Rebellion, Kol Rebellion, Munda Rebellion, Kashi Rebellion, etc. rose in revolt in different parts of India. മറ്റ് ഗോത്രവർഗങ്ങളുടെ പ്രധാനപ്പെട്ട ചില ഗോത്രങ്ങളുടെ കലാപങ്ങൾ കൂടി ഞാൻ മെൻഷൻ ചെയ്യാം. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കാനില്ല. അതും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് വന്നതാണ്. നമ്മൾ ഓർക്കണം, കുറിച്യ റിവോൾട്ടിൽ നിന്ന് പ്രേരണ, കുറിച്യ കലാപത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടാണ് ഈ പറഞ്ഞ പഹരിയ റെബല്യൻ, ഭിൽ റെബല്യൻ, കോൾ റെബല്യൻ, മുണ്ട റെബല്യൻ, കാശി റെബല്യൻ, അതിങ്ങനെ നീണ്ടുപോകുന്ന ഒരു ലിസ്റ്റാണ്. ഈ പറഞ്ഞിരിക്കുന്ന പേരുകളെല്ലാം അതാത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള ഗോത്രവർഗ വിഭാഗങ്ങളാണ്. ഇങ്ങനെ പല ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ മേധാവിത്വത്തിനെതിരെ ഗോത്രവർഗക്കാർ പോരടിക്കുന്നതും കലാപം സൃഷ്ടിക്കുന്നതും തുടർന്നു വരുന്ന ചരിത്രത്തിൽ നമ്മൾ കാണുകയാണ്. The anti-British struggles of illiterate tribal communities were more aggressive, intense and continuous than any other sects including peasants. ഇത് പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്. അതായത് the anti-British struggles of illiterate tribal communities were more aggressive. നമുക്കറിയാം, ഭാരതത്തിൽ മൊത്തത്തിൽ അന്ന് നിരക്ഷരത കുറവായിരുന്നു. ഗോത്രവർഗക്കാരുടെ ഇടയിൽ സാക്ഷരരായിട്ടുള്ളവർ തീരെ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിലും പറയാം. അവരുടെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമില്ലാത്ത നിരക്ഷരരായ ഗോത്രവർഗക്കാരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിരുന്നു, ആക്രമണോത്സുകമായിരുന്നു, ഇന്റൻസ് ആയിരുന്നു, വളരെ തീവ്രമായിരുന്നു. ആൻഡ് കണ്ടിന്യൂസ് ദാൻ എനി അതർ സെക്സ് ഇൻക്ലൂഡിംഗ് പെസൻസ്. കാർഷിക രംഗത്തുള്ള ആളുകളുടേതോ മറ്റു വിപ്ലവകാരികളുടേതിനേക്കാൾ ഏറെ തുടർന്നു വരുന്നതും കൂടുതൽ നാൾ നീണ്ടുനിന്നതും കൂടുതൽ തീവ്രമായതും കൂടുതൽ ആക്രമണോത്സുകവുമായിരുന്നു. Now the next portion deals with an important question. What were the causes
for the decline of Indian textile industry. ഇന്ത്യയിലെ നിലനിന്നിരുന്ന ഹാൻഡിക്രാഫ്റ്റ്സ് ഉൾപ്പെടെയുള്ള തുണി വ്യവസായത്തെ എപ്രകാരമാണ് അതിന്റെ ഡിക്ലൈൻ, അതിന്റെ തളർച്ച ഉണ്ടായത് എന്നാണ് ചോദിക്കുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ആൻ ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഓൾമോസ്റ്റ് എ ഷോ ക്വസ്റ്റ്യൻ ഇൻ SSLC exam. The British policies completely ruined the handicrafts for which India were very famous. നമുക്കറിയാം, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെയല്ല, ലോകത്ത് തന്നെയും ഇന്ത്യയുടെ കൈത്തറി വിഭവങ്ങൾക്ക്, കൈത്തറി വ്യവസായത്തിന് വളരെയധികം പേരുണ്ടായിരുന്നു. പക്ഷേ ഇത് ബ്രിട്ടീഷിന്റെ പോളിസീസ് കാരണം, അവരുടെ നയങ്ങൾ കാരണം തകർച്ച നേരിട്ടു എന്നുള്ളതാണ് സത്യം. Large scale import of machine made British textiles was the major reason for the ruin of Indian textile industry. അതായത് വലിയ രീതിയിലുള്ള യന്ത്രവൽകൃതമായിട്ടുള്ള അല്ലെങ്കിൽ യന്ത്രങ്ങളാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുള്ള മെക്കനൈസ്ഡ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ്, ബ്രിട്ടീഷുകാരുടെ തുണി വ്യവസായങ്ങൾ, തുണി മില്ലുകൾ, ലിവർപൂൾ പോലുള്ള, മാഞ്ചസ്റ്റർ പോലുള്ള സ്ഥലങ്ങളിലെ ഫാക്ടറികളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട തുണിത്തരങ്ങൾ, അത് ഇന്ത്യയിലെ പരമ്പരാഗതമായിട്ടുള്ള കൈത്തറി വ്യവസായത്തെ തകർത്തു എന്നുള്ളതാണ് സത്യം. The machine made textiles imported from Britain could be sold easily for they were cheap. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന യന്ത്രവൽകൃതമായിട്ടുള്ള മുന്തിയ ഇനം തുണികൾ ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബ്രിട്ടീഷുകാർ കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടത്. ഇത് ഇന്ത്യയിലെ കൈത്തറി വ്യവസായത്തെ, നിലനിന്നിരുന്ന കൈത്തറി വ്യവസായത്തെ വളരെയധികം പ്രതികൂലമായിട്ട് ബാധിച്ചു. The expansion of railway was also responsible for the decline of the Indian textile industry. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ റെയിൽവേ സിസ്റ്റം, അത് ബ്രിട്ടീഷ് പ്രോഡക്ട്സിന്റെ മാർക്കറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിലെ പരമ്പരാഗത വ്യവസായത്തെ തകർത്തു. It helped the British to carry the imported fabrics from port towns to interior villages and the cotton collected from villages to the ports for exporting to Britain. അതാണ് ആ ബ്രിട്ടീഷിന്റെ നടപ്പിലാക്കിയ റെയിൽവേ സമ്പ്രദായം എപ്രകാരം തകർത്തു എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ് ഈ പറഞ്ഞ പോയിന്റിലുള്ളത്. അതായത് ട്രെയിൻ മാർഗം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ലിവർപൂൾ, മാഞ്ചസ്റ്റർ പോലുള്ള ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ട, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട തുണിത്തരങ്ങൾ, മേൽത്തരം തുണിത്തരങ്ങൾ, ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെട്ട തുണിത്തരങ്ങൾ പോർട്ടുകളിൽ നിന്ന്, തുറമുഖങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം വളരെ റൂറൽ ആയിട്ടുള്ള, വളരെ ഉൾപ്രദേശങ്ങളിൽ പോലും കൊടുത്തുവിടുകയും അവിടുത്തെ റോ മെറ്റീരിയൽസ് ആയ, തുണി വ്യവസായത്തിന്റെ റോ മെറ്റീരിയൽസ് ആയ പരുത്തി ഉൾപ്പെടെയുള്ളവ ആ ഗ്രാമങ്ങളിൽ നിന്ന് ട്രെയിൻ മാർഗം എക്സ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് തുറമുഖങ്ങളിലേക്കും എത്തിക്കുന്ന ജോലിയായിരുന്നു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആദ്യ കാലഘട്ടങ്ങളിൽ റെയിൽവേസിന് ഉണ്ടായിരുന്നത്, ട്രെയിനുകൾക്ക് ഉണ്ടായിരുന്നത്. Thus Indian weavers lost their business in village market too. അങ്ങനെ വന്നപ്പോൾ എന്തായി? ഇന്ത്യയിലെ നെയ്ത്തുകാർക്ക് അവരുടെ ഗ്രാമങ്ങളിലുള്ള കച്ചവടങ്ങൾ പോലും, മാർക്കറ്റുകളിൽ പോലും, കമ്പോളങ്ങളിൽ പോലും തിരിച്ചടി നേരിടുന്നതും അവരുടെ കച്ചവടം വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നതുമാണ് കാണുന്നത്. Due to the higher tax levied, the price of Indian textiles exported to Britain increased. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഇൻഡിജിനസ് ആയിട്ടുള്ള തുണിത്തരങ്ങൾക്ക്, കൈത്തറി സാധനങ്ങൾക്ക് ഉയർന്ന നികുതിയായിരുന്നു ബ്രിട്ടീഷുകാർ ഈടാക്കിയിരുന്നത്. എന്നിട്ട് ഇത് ബ്രിട്ടനിലേക്ക് കപ്പൽ മാർഗം എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായവും ഉണ്ടായിരുന്നു. ഇത് വർദ്ധിച്ചു വരികയും കാലാനുഗതമായി വർദ്ധിച്ചു വരികയും ചെയ്യുകയുണ്ടായിരുന്നു. The British officers forced the weavers to work at mere wages and to exchange the products to them at cheaper rate. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ചെയ്തതെന്താണ്? അവര് നെയ്ത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തികൾക്ക് തുച്ഛമായ വേതനം, തുച്ഛമായിട്ടുള്ള കൂലി മാത്രം നൽകിക്കൊണ്ട് അതിന് പകരമായിട്ട് പ്രോഡക്ട്സ് അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. Weavers gave up their work massively due to the exploitation and torture of the British officers. അതുകൊണ്ട് എന്ത് പറ്റി? കാര്യമായിട്ട് പ്രയോജനമില്ല, പട്ടിണിയും ദാരിദ്ര്യവും ഒഴിയുന്നില്ല. ഈ ചൂഷണങ്ങൾ തുടർന്ന് വന്നപ്പോൾ, പീഡനങ്ങൾ, ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നടപടികൾ കാരണം അന്നത്തെ ഇന്ത്യക്കാരായിട്ടുള്ള നെയ്ത്തുകാർ പലരും അവരുടെ പരമ്പരാഗതമായ തൊഴിലിൽ നിന്നും മാറി അവര്
മറ്റു ജോലികളിലേക്ക് they began to search for other jobs. മറ്റു തൊഴിൽ മേഖലകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. Thus, the first part of this chapter has been completed. If you have any queries about this video, please leave it in the comment box, subscribe it and share it. Thank you all.